മോളെ മാളു മാളുവേ മോളുടെ പണിയൊക്കെ കഴിഞ്ഞാ? അമ്പിത എവിടെ പോയതാണ്? ആ സുമ വീണില്ലേ, അവളെ കാണാൻ പോയതാ. അവിടെ ആരുമില്ലല്ല, അപ്പൊ കൊറച്ചേരം വർത്താനം പറയാൻ പോയതാ മോളെ. എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചു വാരാനും കൂടി ഉണ്ട്. അടിച്ചു വരി കഴിയുമ്പേ നമ്മുടെ റൂമിലെ കർട്ടനില്ലേ അതൊന്ന് കഴുകുന്നോട്ടാ. നിറച്ച് പൊടിയാണ് അതില്. മോക്കറിയാല അമ്മക്ക് പൊടി അലർജിയാണെന്ന്. ഒന്ന് കഴുകിയിരുന്നോട്ടാ മോളെ. ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ട് എടുത്തോളാം. ഒന്ന് കിടക്കട്ടെ, കാലൊക്കെ ഭയങ്കര വേദന. കിടന്നിട്ടൊന്നും വേദന മാറുന്നില്ലല്ല. നാട്ടും കാലും ഭയങ്കര വേദന. ഒന്ന് കൊണ്ടിട്ട് കുടിക്കാം. മാളിനെ വിളിക്കാം. മാളു മാളുവേ. എന്താണ് അമ്മ വിളിച്ചത്? അമ്മയുടെ നടുവേദന അങ്ങോട്ട് മാറണില്ല മോളെ. കിടന്ന ഇമ്മ മാറുമെന്ന് വിചാരിച്ച് മാറണില്ല. അമ്മ ഒന്ന് കുഴമ്പിട്ട് കുളിക്കാന്ന് വിചാരിച്ച്. മോളൊരു കാര്യം ചെയ്, ചൂടുവെള്ളൊന്ന് വെക്കോ, കുളിമുറി കൊണ്ടൊന്ന് വെക്കണോട്ടാ. കുഴമ്പിട്ട് തിരിഞ്ഞ് കുളിക്കണം. ഒട്ടും വയ്യ. എന്നാ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കാം. അമ്മയുള്ള വിളിക്കുന്നത് എന്താണെന്നാവോ? ഹലോ, എന്താണമ്മേ? ഓ, കല്യാണത്തിനാ? ഇല്ല അമ്മേ, ഞാൻ വന്നില്ല. ഞാൻ കല്യാണത്തിന്റെ അന്നേ വന്നുള്ളൂ. പിന്നെ 2 ദിവസം മുമ്പ് എങ്ങനെ വന്ന് നിക്കാനാണ്? അപ്പൊ ഇവിടത്തെ കാര്യങ്ങളാ? ഇവിടത്തെ അമ്മക്കാണെങ്കിൽ ഇതേ ഇപ്പൊ നടുവേദന എന്ന് പറയണ്ടേ. ഞാൻ ഇപ്പൊ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തോളൂ. കല്യാണത്തിന്റെ അന്ന് വന്നു പോകാം. രാവിലെ വന്നിട്ട് വൈകുന്നേരം ഞാനിങ്ങ് പോരും. പിന്നെ പിറ്റേ ദിവസം ഞാൻ ജോലിക്കൊക്കെ പോണ്ടേ. ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അത് സാരമില്ല അമ്മേ. ഇല്ല, ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ്. എന്നാ ശരി അമ്മേ. കല്യാണത്തിന് ഇപ്പൊ കാണാം. ശരി എന്നാ. ഇല്ല ശ്യാമേ, ഞാനൊന്നുമില്ല. ഞാനിന്ന് ലീവാണ്. അത് വേറൊന്നല്ലേ, ശരീരത്തിനൊക്കെ ഒരു സുഖമില്ല. അത് എഴുന്നേറ്റപ്പോ തുടങ്ങി ഭയങ്കര തലവേദന. എന്നോർത്ത് എന്തായാലും ലീവ് എടുക്കാന്ന്. ആ സൈറ്റിലെ കേസൊക്കെ ഞാൻ നാളെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം നോക്കാനായിട്ടാ. ശരി ശരി. ശരിയടാ. മോനെ, നീ ജോലിക്ക് പോണില്ലേ? സമയമില്ല പോണ്ടേ? ഞാൻ ഇന്ന് പോണില്ല അമ്മേ. രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങി ഭയങ്കര തലവേദന. ശരീരത്തിനൊക്കെ ആകെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. എന്താ ലീവ് എടുക്കാലാന്ന് ഓർത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് വന്നില്ല. വയ്യെങ്കിൽ നീ പോവണ്ട. എല്ലാ ദിവസവും ഈ ജോലിക്ക് തന്നെയല്ലേ പോണത്. 2 ദിവസമൊക്കെ ലീവ് എടുക്കുന്ന വെച്ചേ ഒരു കുഴപ്പമില്ല. ഞാൻ 2 ദിവസം ലീവ് എടുക്കണമെന്നില്ല. ഞാൻ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം എടുത്താണ്. 2 ദിവസം സൈറ്റിലൊക്കെ പോവാനുണ്ട്. ഞാൻ ചെന്നില്ല എന്നിട്ട് നടക്കൊന്നുമില്ല. നാളെ പോവാന്നാണ് പറഞ്ഞാകണത്. അതുകൊണ്ട് ഞാൻ നാളെ ഞാൻ ജോലിക്കൂ. ദേ, അമ്മ പറഞ്ഞ കേട്ടാ മതി. വയ്യാണ്ടിരിക്കണല്ലേ, 2 ദിവസമൊക്കെ ലീവ് എടുക്ക്. അവരെ വിളിച്ച് പറ. നമ്മുടെ ഒരു കാര്യം 2 ദിവസം ലീവിന്റെ ഒരു കാര്യമില്ല. പിന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. ഒരു കാര്യം ചെയ്യാം, ഓഫീസിൽ വിളിച്ച് പറയാം നാളെ ഉണ്ടാവൂല. മാളു, ചായ ഇപ്പൊ കൊണ്ടുവരാ. അല്ല, ചേട്ടൻ ജോലിക്ക് പോണില്ലേ? സമയമായില്ല. ഞാൻ പോണില്ല. ഞാൻ ലീവ് എടുക്കാന്ന് വിചാരിച്ചു. അതെന്താണ്? എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോ തുടങ്ങി ഭയങ്കര തലവേദനയും ശരീരത്തിനൊക്കെ ഒരു സുഖമില്ല. അപ്പൊ പിന്നെ ഓർത്ത് എന്തായാലും ലീവ് എടുക്കാന്ന്. അമ്മനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ 2 ദിവസത്തേക്ക് പോകണ്ട, എല്ലാ ദിവസവും ജോലിക്ക് പോകണല്ലേ, 1-2 ദിവസമൊക്കെ ലീവ് ഒക്കെ എടുക്കാൻ ഒരു കുഴപ്പമില്ല. എന്നാ ചേട്ടന് രാവിലെ എന്നോട് പറയാറില്ലേ പോണില്ലാന്ന്? ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും എല്ലാം റെഡിയാക്കി. അതിനിപ്പോ എന്താണ്, ഞാനിപ്പോ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും നീ എന്തായാലും ചെയ്യേണ്ട ജോലി തന്നെയാണ്. ഇത്തിരി നേരത്തെ ചെയ്യുന്നല്ലേ ഉള്ളൂ. എന്റെ പണിയൊക്കെ കഴിഞ്ഞാട്ടാ? ഇല്ല, കുറച്ചുകൂടി പണിയുണ്ട്. അതൊക്കെ തീർത്തിട്ടേ നീ കാറൊന്ന് കഴുകിട്ടേക്കട്ടാ. കുറച്ച് പൊടിയാണ് അതൊന്നും. കാർ വാഷി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപ വെറുതെ പോകും. വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിട്ടെ, കാത്ത പൊടിയൊക്കെ ഒന്ന് കളഞ്ഞേക്കട്ടാ. എന്നല്ലോ. ശരി എന്നാ.
മാളു. ആ എന്താണമ്മേ? അല്ല, അവന് ആവി പിടിച്ച തലവേദന എന്ന് പറയണ്ടല്ല. ഇല്ല, ആവി പിടിച്ചില്ലല്ല. അതുമല്ല, ആവി പിടിക്കണമെന്ന് എന്നോട് പറഞ്ഞൂല്ല. ഇതൊക്കെ പറയണമാളോ, ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. അവന് തലവേദന എന്ന് പറയുമ്പോ ആവി പിടിച്ചൊരു ആശ്വാസം കിട്ടില്ലേ. അമ്മ എന്റെ കൈ ഒഴിഞ്ഞില്ല അമ്മേ. ചേട്ടൻ ജോലിക്കോന്ന് ചോദിച്ചോണ്ട് ഞാൻ രാവിലെ ഓരോ പണിയായിരുന്നു. ചേട്ടൻ ചായ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞപ്പോ അതെ കാറും കഴുകിടാൻ പറഞ്ഞു. എന്റെ കൈ ഒഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ബാക്കി പണിയൊക്കെ അവിടെ കിടക്കട്ടെ. നീയേ ആദ്യം അവന് ആവി പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. ആമേ, ഇപ്പൊ തന്നെ ആവി പിടിക്കാനുള്ള വെള്ളം ശരിയാക്കാം. അമ്മേ, സാമ്പാറും ഉണ്ട് ക്യാബേജും ഉണ്ട്. അത് പോരെന്ന് ഉച്ചക്കത്തേക്ക്? അല്ല മോളെ, അവനും കൂടി ഉള്ളതല്ലേ. ഉരുളക്കിഴങ്ങ് അവന് ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് നിലത്തേക്ക്, പിന്നെ 2 പപ്പടം കൂടി കാച്ചേക്ക്. അവന് ഇഷ്ടമാണത്. എടാ മോനെ, നിന്റെ കൂട്ടുകാരനില്ല കണ്ണൻ, അവന്റെ ഡിവോഴ്സ് ഒന്നും കിട്ടില്ല. എന്താണത്? എന്റെ അമ്മ ആ പെൺകുച്ചിയുടെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. അവന്റെ തള്ള നല്ല മുറ്റു സാധനമാണത്. ഭയങ്കര പോരാണത്. അതെ, ആ പെൺകുച്ചിനെ ജോലിക്ക് വിടാൻ ഇവർക്ക് താല്പര്യമില്ല. പക്ഷെ ആ പെൺകുച്ചിന്റെ സാലറി വേണം. പുറത്തൊക്കെ പോയി വന്നെ കുശുമ്പാണ് തള്ളക്ക്. എല്ലാവരും അങ്ങനെ തന്നെയാടാ. അങ്ങനെ ഇപ്പൊ അത് കൊറേ പ്രശ്നങ്ങളൊക്കെ ആയി. അതിനെ പിന്നെ ഈ തള്ള തല്ലുകയും ചെയ്യും. ഉള്ള പണിയെല്ലാം ഇടിപ്പിച്ച് ഒന്നും പറയണ്ട. അതൊരു പാവം കൊച്ചാണ്. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്ന എന്ത് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും തന്നെ അതിന്റെ ഗതി കെട്ട് അത് ഡിവോഴ്സിലോട്ട് പോയി. അപ്പൊ കൊച്ചു രക്ഷപ്പെട്ടെന്ന് പറയുന്നത് നല്ലത്. കള്ളന്മാരുണ്ട്. അമ്മേ, നമ്മളെ അലക്കാൻ വല്ലതും ഉണ്ടാ? എന്റെ മോളെ ബാത്റൂമിൽ ഇരിപ്പുണ്ട്. ഞാനേ പുറത്ത് വയ്ക്കാൻ മറന്നുപോയി. ഞാൻ റൂമിൽ നോക്കി കാണാനില്ലേ. എന്നാ ഞാൻ പോയി എടുത്ത് അലക്കട്ടെ. നീ ഇവിടെ നിക്ക്, കുറച്ചൊരു നിക്കടി. കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞ പിന്നെ രാവിലെ തുടങ്ങിയുള്ള പണിയല്ലേ. ഹേയ്, നിങ്ങൾ സംസാരിച്ചോ. എന്റെ പണി തീർന്നിട്ടില്ല. അലക്കാനുണ്ട്. അലക്കി വന്നിട്ട് വേണമെങ്കിൽ ചായക്കൊക്കെ വെക്കാനായിട്ട്. എന്റെ മാളു, അതൊക്കെ പിന്നെ ചെയ്യാ. ചായയൊക്കെ പിന്നെ ഉണ്ടാക്ക. നീ കുറച്ചേരം ഇവിടെ ഇരിക്ക്, കുറച്ച് റെസ്റ്റ് എടുക്ക്. റെസ്റ്റാ? എനിക്ക് റെസ്റ്റ് കിട്ടണമെങ്കിലേ ഞാൻ എന്റെ വീട്ടിൽ പോണം. അതെന്താണ് മാളു നീ അങ്ങനെ പറഞ്ഞ്? ചേട്ടന്റെ താലിയില്ലേ, ഇത് എന്റെ കഴുത്തിന് വീണതിന് ശേഷം എന്റെ ജീവിതത്തില് റെസ്റ്റ് എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ മാത്രല്ല, ഒരുമിക്ക പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ ചേട്ടനായിരുന്നു നോക്കിയേ. ചെറിയൊരു വയ്യായ്ക വന്നപ്പോഴത്തേക്കും ചേട്ടൻ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കാണ്. പക്ഷെ ഞങ്ങൾ ഭാര്യമാർക്കേ ഒരു വയ്യായ്ക വന്നാൽ പോലും വീട്ടു ജോലിയിൽ നിന്ന് ഒരു റെസ്റ്റും ഇല്ല, ഒരു ലീവും ഇല്ല, ശമ്പളവും ഇല്ല. ഞാനെന്നാ ചെല്ലട്ടെ, അലക്കാനുണ്ട്. അതെ, വിവാഹശേഷം ഒരുമിക്ക സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ട്ടാ. അവർക്ക് അവരുടെ വീട്ടുജോലികളിൽ നിന്ന് ഒരു റെസ്റ്റോ ഒരു വരുമാനമോ ഒരു സഹായമോ ലഭിക്കാറില്ല. എന്തിന്? ഒരസുഖം വന്നാൽ പോലും ഇതിലൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതെ, ഈ വീഡിയോയിൽ മാള് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.